ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്ന ബന്ദിമോചന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ മോചിപ്പിച്ച ഫലസ്തീൻ തടവുകാരിൽ 154 പേരെ മൂന്നാം രാജ്യത്തേക്ക് നാട് കടത്താനുള്ള ഇസ്രയേലിന്റെ നീക്കം വലിയ വിവാദങ്ങൾക്കും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവരെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജയിൽ മോചിതരാകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന ഫലസ്തീൻ കുടുംബങ്ങൾക്ക് ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി മാറി. ഈ സ്വാതന്ത്ര്യം കൈപ്പേറിയതാണ് എന്ന ഫലസ്തീൻ തടവുകാരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ സ്വന്തം രാജ്യത്തേക്ക് തിരികെ എത്തി കുടുംബത്തോടൊപ്പം എത്തിച്ചേരുക എന്ന അടിസ്ഥാന മനുഷ്യാവകാശത്തിന് പോലും ഇസ്രായേൽ നിഷേധം ഏർപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഈ നടപടിയെന്ന് നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും വിലയിരുത്തുകയാണ്. കരാറിലെ ഇരട്ടത്താപ്പ് സമീപനം ഇസ്രായേൽ പ്രകടിപ്പിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വന്തമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ വേദന വർദ്ധിക്കുകയാണ്. ഫലസ്തീൻ തടവുകാരെ നാട് കടത്തുന്ന ഇസ്രായേലിന്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും ബന്ദിമോചന കരാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളോടുള്ള ഇരട്ട നിലപാടാണിതെന്നും വിമർശനം ഉയരുന്നുണ്ട്.